അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. റമദാനിൽ ഗർഭിണികൾക്ക് ഖളാ ആയ നോമ്പ് അവർ വീണ്ടും നോമ്പെടുത്താൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടായി വരുമോ? റമദാൻ നോമ്പ് ഖളാ ആകുന്നതിനെ കുറിച്ചാണ് സംശയം. അതെ, ഗർഭിണികൾക്ക് നോമ്പ് ഖളാ ആയി കഴിഞ്ഞാൽ നോമ്പ് ഖളാ വീട്ടിയാൽ മതിയോ, അതല്ല പ്രായശ്ചിത്തം നൽകണം, അതല്ലേ സംശയം? അതെ. നോമ്പ് ഖളാ ആകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഗർഭിണി മുലയൂട്ടുന്ന സ്ത്രീ പോലെയുള്ള ആളുകൾ, ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും നോമ്പ് ഖളാ ആക്കിയത് എന്തുകൊണ്ടാണ് എന്നാദ്യം നോക്കണം. അവർക്ക് നോമ്പ് ഖളാ ആകാനുള്ള കാരണം അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, അതോടൊപ്പം കുട്ടിക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഈ രണ്ട് രീതിയിലാണ് നോമ്പ് ഖളാ ആയതെങ്കിൽ പിന്നീട് നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അതേ സ്ഥാനത്ത് കുട്ടിയെ മാത്രം കരുതിക്കൊണ്ടാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുമില്ല, പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ ഭയന്നുകൊണ്ട്, കുട്ടിയുടെ വിഷയത്തിൽ മാത്രം ഭയന്നുകൊണ്ടാണ് നോമ്പ് ഖളാ ആക്കിയത് എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം ഭക്ഷ്യധാന്യം നൽകലും നിർബന്ധമാണ്. ഇവിടെ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഖളാ ആക്കിയത്? സ്വന്തം ശരീരത്തിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത് അവർ മനസ്സിലാക്കലല്ല, വിദഗ്ധരായ ഒരു ഡോക്ടർ അത് തീർപ്പ് കൽപ്പിക്കണം. ഡോക്ടർ പറയണം, അവർ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, നോമ്പ് അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നോമ്പ് ഒഴിവാക്കിയത്. അപ്പോൾ അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കിയിട്ടാണ്. അതല്ലെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, കുട്ടിയെയും അത് ബാധിക്കും. അപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നവും കുട്ടിയുടെ ആരോഗ്യ പ്രശ്നവും അവിടെ പരിഗണിച്ചു. ഈ രണ്ട് അവസ്ഥയിലും നോമ്പ് പിന്നീട് ഖളാ വീട്ടിയാൽ മതി, പ്രത്യേകം പ്രായശ്ചിത്തമൊന്നുമില്ല. അതേ സ്ഥാനത്ത് സ്വന്തം ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, കുട്ടിയുടെ മാത്രം വിചാരിച്ചു കൊണ്ടാണ് ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ നോമ്പ് ഖളാ ആക്കിയതെങ്കിൽ അവിടെ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്നുള്ള നിലക്ക് ഭക്ഷ്യധാന്യം ഫിദിയ കൊടുക്കുകയും വേണം, പ്രായശ്ചിത്തം നൽകുകയും വേണം. റമദാനിന് തൊട്ട് മുമ്പ് പ്രസവിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ നോമ്പ് ഏത് രീതിയിലായിരിക്കും ചെയ്യേണ്ടത്? മനസ്സിലായില്ല. നോമ്പിന്റെ തൊട്ട് മുമ്പ് 1-2 ദിവസം മുമ്പ് പ്രസവിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ സമയത്ത് രക്തം നിഫാസ് രക്തം ഉള്ള സമയമായിരിക്കും, പ്രസവ രക്തം ഉള്ള സമയമായിരിക്കും. ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് നോമ്പ് അനുഷ്ഠിക്കൽ അത് ഹറാമാണ്. അവർ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അവരുടെ ആ രക്തം മുറിഞ്ഞതിന് ശേഷം മാത്രമേ നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളൂ. നിഫാസ് രക്തം മുറിഞ്ഞു, അല്ലെങ്കിൽ ഹൈല് രക്തമുള്ള പെണ്ണാണ്, ഹൈല് മുറിഞ്ഞു, ആ മുറിഞ്ഞതിന് ശേഷമാണ് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നോമ്പ് അനുഷ്ഠിക്കണം. ഇനി റമദാൻ മുഴുവൻ നിഫാസ് രക്തം മുറിഞ്ഞിട്ടില്ല, റമദാൻ 30 ദിവസവും നിഫാസ് രക്തത്തിൽ തന്നെയാണ്, പ്രസവ രക്തത്തിൽ തന്നെയാണ് അവരുള്ളത്, അത് മുറിഞ്ഞിട്ടില്ല എങ്കിൽ റമദാനിന് ശേഷം അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതേ വിധി തന്നെയാണോ? രോഗി എന്ന് പറയുമ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് അത് ആലോചിക്കേണ്ട ഒരു കേസാണ്. നോമ്പ് ഒഴിവാക്കാൻ മാത്രമുള്ള അസുഖമാണോ അല്ലയോ അത് ചിന്തിക്കണം. സാധാരണഗതിയിൽ ഇന്ന് ആളുകൾ നോമ്പിൻ്റെ വിഷയത്തിൽ ഗൗരവം വളരെ കുറച്ച് കൊണ്ടുവരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ ഉണ്ടാകുന്ന സമയത്തൊക്കെ നോമ്പ് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കുറ്റകരമാണ്, തീർത്തും ഹറാമായൊരു സംഗതിയാണ്. അതേ സ്ഥാനത്ത് വളരെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള രോഗങ്ങളുണ്ടാകും, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന രോഗങ്ങൾ. അങ്ങനെ ഡോക്ടർമാർ വിധി എഴുതുന്ന നോമ്പ് നോക്കാൻ പാടില്ല, നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള രോഗങ്ങളുണ്ടാകും. ഇനി അത് ഡോക്ടർമാർ പറഞ്ഞില്ല, നമ്മൾക്ക് തന്നെ അനുഭവപ്പെടുന്നതും ഉണ്ടാകും. വളരെ പ്രയാസകരമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ നല്ല മൂർജിച്ച പനി, വളരെ ശക്തമായ പനി, അതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നോമ്പ് ഒഴിവാക്കേണ്ടി വരും.
അങ്ങനെ നോക്കുമ്പോൾ ഒഴിവാക്കുന്ന ആളുകൾ പിറ്റേത്തെ റമദാനിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? ഖലാ വീട്ടിയാൽ മതി. അത് കാരണമുണ്ട് അവർക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള. അപ്പോൾ നോമ്പ് ഒഴിവാക്കാൻ കാരണമുള്ള ആളുകളാണെങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് ഖലാ വീട്ടിയാൽ മതി. അടുത്ത റമദാൻ വരെ അവർക്ക് നോമ്പ് ഖലാ വീട്ടാനുള്ള അവസരം ഉണ്ട്. അടുത്ത റമദാനിന് മുമ്പ് എന്തായാലും ഖലാ വീട്ടണം. ഇല്ലെങ്കിൽ അവർക്കും പിന്തിപ്പിച്ചതുകൊണ്ട്, ഖലാ വീട്ടാൻ പിന്തിപ്പിച്ചത് കൊണ്ടുള്ള പ്രായശ്ചിത്തം വരും. അപ്പോൾ അസുഖം കാരണം നോമ്പൊഴിവാക്കിയ ആളുകളാണെങ്കിലും അവർ കാരണമുള്ളത് കൊണ്ടാണ് നോമ്പൊഴിവാക്കിയത്, അടുത്ത റമദാനിന് മുമ്പ് ഖലാ വീട്ടിയാൽ മതി. അസുഖമുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള നോമ്പ് ഒഴിവാക്കണം എന്ന് തോന്നുന്ന രീതിയിലൊന്നുമില്ല. പക്ഷെ അസുഖമുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അല്ല, നോമ്പ് ഒഴിവാക്കാൻ മതിയാകുന്ന രീതിയിലുള്ള അസുഖമായിരിക്കണം. അതല്ലാതെ കേവലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ചെറിയൊരു തലവേദനയുടെ പേരിലോ അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ പേരിലോ ഒന്നും ഒഴിവാക്കേണ്ടതല്ല നോമ്പ്. അത് വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇന്ന് നോമ്പിൻ്റെ വിഷയത്തിൽ ആ ഗൗരവം നഷ്ടപ്പെടുന്നുണ്ട്. നോമ്പ് കാരണമില്ലാതെ ഒഴിവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഹറാമാണ്. അവർ നോമ്പ് ഒഴിവാക്കി പോയാൽ തന്നെ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 2 മുതൽ സാധ്യമാകുന്ന പെട്ടെന്ന് തന്നെ നോമ്പ് ഖലാ വീട്ടലും അവർക്ക് നിർബന്ധമാണ്. കാരണത്തോടു കൂടി, അസുഖം പോലെയുള്ള കാരണത്തോടു കൂടി നോമ്പ് ഖലാ ആകുന്നവർക്ക് നമ്മൾ ഖലാ വീട്ടാൻ എത്ര സമയം പറഞ്ഞിട്ടുണ്ട്? അടുത്തൊരു റമദാനിന് മുമ്പ്. അത്രയും വിശാലമായ സമയമുണ്ട്. എന്നാൽ കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളാണെങ്കിൽ റമദാൻ കഴിഞ്ഞ ഉടനെ, ശവ്വാൽ 1 പെരുന്നാളാണ്, അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, ഹറാമാണ്. ശവ്വാൽ 2 മുതൽ അവർ ആ നോമ്പ് ഖലാ വീട്ടിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഖലാ വീട്ടണം. ഖലാ വീട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്തിപ്പിക്കുന്നത് കൊണ്ട് അതും കുറ്റക്കാരാകും. കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കൽ അത് ഹറാമാണ്, കുറ്റകരമാണ്. അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ ശവ്വാൽ 2 മുതൽ തന്നെ അത് ഖലാ വീട്ടുകയും വേണം. ശവ്വാൽ 1 പെരുന്നാളാണ്, പെരുന്നാൾ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ശവ്വാൽ 2 മുതൽ തന്നെ അവർ ഖലാ വീട്ടണം. കാരണം ഇവർക്ക് അടുത്ത റമദാൻ വരെയുള്ള അവസരം ഇല്ല ഖലാ വീട്ടാനുള്ള. നേരത്തെ നമ്മൾ പറഞ്ഞു രോഗം കാരണം നോമ്പ് ഖലാ ആയ ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ട്? അടുത്ത റമദാൻ വരെ സമയമുണ്ട് ഖലാ വീട്ടാനുള്ള. പക്ഷെ കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചവർ എത്രയും പെട്ടെന്ന് അത് ഖലാ വീട്ടണം. ഇല്ലെങ്കിൽ ഖലാ ആക്കിയതിൻ്റെ കുറ്റത്തിനു പുറമെ ഓരോ ദിവസം പിന്തിപ്പിക്കുന്നതിനും അവർക്ക് കുറ്റം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്നത് തെറ്റാണ്. അപ്പം അത് വലിയൊരു തെറ്റാണ്, വലിയ പാപമായിട്ട് വരും. അതുകൊണ്ട് റമദാൻ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് റമദാനിൽ നോമ്പ് ഖലാ ആക്കുന്ന ആളുകൾ ശവ്വാൽ 2 മുതൽ തന്നെ അത് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.